ഈ ചോദ്യങ്ങളുണ്ടോ, നമ്മൾ മതങ്ങളെ പഠിച്ചിട്ടുണ്ടോ? ഇനി വരുന്ന ചർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എല്ലാ മതങ്ങളെയും പഠിച്ചിട്ടല്ലേ നമ്മൾ ഒരു തീരുമാനത്തിൽ എത്തേണ്ടത് എന്നൊരു ചർച്ചയിലേക്ക് പോകും. ഞാൻ ഈ ചർച്ച തന്നെ ഒരു ഡിസ്ട്രാക്ഷൻ ആണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ ഇനി ഇരുന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ നിരീശ്വരവാദത്തിന്റെ റാഷണാലിറ്റിയും ഈസത്തിന്റെ റാഷണാലിറ്റി ആയിരിക്കും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പോയിന്റ്സ് പറയും, ഞാൻ എന്റെ പോയിന്റ്സ് പറയും, ഇതിങ്ങനെ പോകും. ഞാനിവിടെ ദൈവമില്ല എന്നുള്ളതിനൊരു 100 തെളിവ് തരുന്നു, നിങ്ങൾ ദൈവം ഉണ്ടെന്നുള്ളതിന് 100 തെളിവ് തന്നു തന്നെ ഇരിക്കട്ടെ. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഞാനും നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ സെയിം ആണ്. വി ബോത്ത് ആർ എക്സ്പ്ലോയിറ്റ്. നമ്മൾ രണ്ടുപേരുടെയും ഹെൽത്ത്, നമ്മൾ രണ്ടുപേരുടെയും കുട്ടികളുടെ ന്യൂട്രീഷൻ, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ദിസ് ഇസ് കോമൺ. നമ്മൾ ഒരുമിച്ച് ഈ പ്രശ്നത്തെ ബ്രേക്ക് ചെയ്യാനും ഈ പ്രശ്നത്തെതിരെ നിൽക്കരുത് എന്ന ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലാണ് ഈ ഡിബേറ്റുകൾ നടക്കുന്നത്, ഈ ചർച്ചകൾ നടക്കുന്ന. എപ്പോഴും ഈ ഏത്തീസം തീസം ചർച്ച നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ് പറയും, ഫിലോസഫിക്കലി മെറ്റാഫിസിക്സിനെ കുറിച്ച് പറയും, മൊറാലിറ്റിയുടെ സംഭവങ്ങൾ പറയും. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഈ ചർച്ച ചെയ്യുന്ന രണ്ടുപേരും വീട്ടിൽ പോയിട്ട് പണിയെടുത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ജീവിതകാലം മുഴുവൻ ഏതെങ്കിലും ഒരു ക്യാപിറ്റലിസ്റ്റിന് അടിമപ്പണി എടുത്ത് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ രണ്ടുപേരും അപ്പോഴും പക്ഷെ ഇതാണ് നമ്മുടെ കോമൺ പ്രശ്നം എന്ന് പറഞ്ഞ് യോജിക്കില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ പ്രശ്നത്തെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ ആസ് ഈ റിഡക്റ്റീവ് ഗ്രൂപ്പ്. നിങ്ങൾ ഏത്തീസ്റ്റോ തീസ്റ്റോ എന്ത് തേങ്ങാണെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ മനുഷ്യരെ നേരിടുന്ന പ്രശ്നങ്ങൾ കോമൺ ആണ്. കോമൺ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഒന്നിക്കണം, അവിടെ നമ്മൾ ഓർഗനൈസ് ആവേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ പറയുന്നത്.